എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മത്തായിച്ചൻ. ശ്രീ പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രിയാണ്. ഓരോരുത്തരും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പല രീതികളിലാണ്. പലർക്കും പല പ്രയോറിറ്റീസ് ഉണ്ടാവും. ഈ 10 വർഷം കിട്ടിയതിൽ ഏകദേശം ഇനി ഒരു 1.5 വർഷമാണ് അദ്ദേഹത്തിന് മന്ത്രിസഭയ്ക്ക് മിച്ചമുള്ളത്. ശ്രീ പിണറായി വിജയൻ അങ്ങിത് കാണുന്നുണ്ടെങ്കിൽ ഈ 1.5 വർഷം അങ്ങ് ദൂർത്തടിക്കരുത്. അതിനുള്ള നടപടികൾ ഇപ്പോഴേ തുടങ്ങണം. അത് മറ്റൊരാൾക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കരുത്. നമുക്കെപ്പോഴും ഒരു ഡിസ്കഷന് പോകുമ്പോൾ സായിപ്പ് ചിന്തിച്ച പോലെ നമുക്കും ഒന്ന് ചിന്തിച്ച് നോക്കാം. നമ്മുടെ ഭാഗത്തും കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കാര്യം, ഇവിടെയാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഗൂഗിൾ മാപ്സ് നമ്മളെടുത്തു. ഇതിനകത്ത് മുല്ലപ്പെരിയാർ ഡാം നിങ്ങൾക്കിവിടെ കാണാം. സായിപ്പിൻ്റെ ബുദ്ധി എന്ന് പറയുന്നത് അറബിക്കടലിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്ന പെരിയാർ നദിയുടെ ഒരു കൈവഴിയായിട്ടുള്ള മുല്ലയാർ, അത് തടഞ്ഞു നിർത്തി ആണ് ഈ ഡാം പണിതിരിക്കുന്നത്. ഈ ഡാം സായിപ്പ് എന്താ ചെയ്യുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്, ഈസ്റ്റ് ഡിറക്ഷനിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത്. അതായത് അറബിക്കടലിൽ ചെല്ലേണ്ട നദി, അതായത് പെരിയാറിലേക്ക് ചെല്ലേണ്ട മുല്ലയാർ അതൊഴുകി അറബിക്കടലിലേക്ക് ചേരേണ്ടതിന് പകരം ഈ മുല്ലയാർ കെട്ടി നിർത്തി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊണ്ടുപോയി തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അത് വന്നു ചേരുന്നത് ഇതാ ഈ സൈഡിലാണ്, ബേ ഓഫ് ബംഗാളിൻ്റെ സൈഡിലാണ്. അപ്പോൾ ഇതാണ് സായിപ്പിൻ്റെ ബുദ്ധി. അപ്പോൾ ഈ ബുദ്ധി തന്നെ നമുക്ക് നേരെ തിരിച്ചൊന്ന് പ്രയോഗിച്ചാലോ. ഈ അറബിക്കടലിലേക്ക് കൊണ്ടുപോകേണ്ട മുല്ലപ്പെരിയാറിനെ നമുക്ക് നേരെ തിരിച്ച് അറബിക്കടലിലേക്ക് തന്നെ കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ ഡിസ്കഷൻസിൽ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരു മേശയുടെ അപ്പുറവും ഇപ്പുറവും ഇരിക്കുമ്പോൾ നമ്മുടെ കൈവശവും എന്തെങ്കിലുമൊക്കെ വാലിഡ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപക്ഷെ ജയിക്കാൻ സാധിച്ചേക്കും. നമ്മുടെ പൂർവികർ കോൺട്രാക്ച്വൽ ടേംസിൽ ഒപ്പിട്ടിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ നമ്മുടെ ഭാഗത്ത് വളരെ കുറച്ച് ആർഗ്യുമെൻറ്റ്സ്, വാലിഡ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ നോക്കിക്കേ, ഇതിൽ നമ്മൾ ഈ ലേയേഴ്സ് മാപ്പിൽ പോയി നമ്മൾ ജസ്റ്റ് പ്ലെയിൻ മാപ്പ് എടുത്തു. എന്നിട്ട് അതിൽ ടെറൈൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ഞാൻ ഓണാക്കിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ടെറൈൻ നോക്കുമ്പോൾ 1000 മീറ്ററാണ് ഇവിടുത്തെ, അതായത് സമുദ്രനിരപ്പിൽ നിന്നും സീ ലെവലിൽ നിന്നും 1000 മീറ്ററാണ് ഏകദേശം ഈ മലകളിലേക്ക് ഹൈറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഈ പെരിയാർ നദി എങ്ങോട്ടൊഴുകുന്നു ആ നദിയിൽ കൂടെ തന്നെ ആയിരിക്കാം മിക്കവാറും മെയിനായിട്ടുള്ള വാട്ടറൊക്കെ പോകാൻ സാധ്യത. ഈ ഇങ്ങേയറ്റത്ത് കാഞ്ഞിരപ്പള്ളിയിലും മുണ്ടക്കയത്തുമൊക്കെ താമസിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി സേഫ് ആണെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ പാറത്തോട് എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് 5 കിലോമീറ്റർ അകലെ, മുണ്ടക്കയത്തിനും കാഞ്ഞിരപ്പള്ളിക്കും നടുവിലുള്ള സ്ഥലത്താണ്. അപ്പോൾ നേരെ ഇങ്ങോട്ട് വരാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എത്രയോ വർഷങ്ങൾ മുമ്പേ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായി പ്രകൃതി തന്നെ നിർമ്മിച്ച ഒരു വഴിയായിരിക്കും ഈ പുഴ, അല്ലെങ്കിൽ പെരിയാർ നദി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെരിയാറിലേക്ക് ഒഴുകി വരുന്ന ജലം ഇതാ ഇടുക്കി ഡാമിൽ കൂടെയൊക്കെ പോയ ശേഷം അതെങ്ങോട്ടാണ് എത്താൻ സാധ്യത? ആലുവ, ഇത് കണ്ടോ പെരിയാർ ഒഴുകുന്ന ആലുവയിൽ കൂടി ഇതാ ഈ അഴീക്കോട് അടുത്തുള്ള മുനമ്പം ബീച്ചിൽ വഴി അറബിക്കടലിൽ വന്നു ചേരാനാണ് സാധ്യത. അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ നദി കരയുള്ള എത്രയോ കോടി ആൾക്കാരെ ഇത് ബാധിക്കും. അപ്പോൾ ഈ ദുരന്തം ഉണ്ടാകാതെ നോക്കേണ്ടത് ഞാനാണ് മുഖ്യമന്ത്രിയെങ്കിൽ എൻ്റെയാണ് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം, അല്ലേ? അപ്പോൾ ശ്രീ പിണറായി വിജയനാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എന്നതുകൊണ്ട് അങ്ങയുടെ ഉത്തരവാദിത്തം ഏറ്റവും കൂടുതൽ ഈ 1.5 വർഷം അങ്ങ് വിനിയോഗിക്കേണ്ടത് ഈ ഒരു ദുരന്തത്തെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. ഇടുക്കി ഡാമൊക്കെ അതിൻ്റെയൊക്കെ കാലാവധി തീരാറായി വരികയാണ്. അതിൽ താമസിക്കാതെ ഇടുക്കി ഡാമൊക്കെ ഡീകമ്മീഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് പുതിയൊരു ഡാം മുല്ലപ്പെരിയാറിൽ നിർമ്മിക്കുക എന്നതിനോട് എനിക്കും ഒട്ടും യോജിപ്പില്ല. കാരണം വെറും 50 വർഷം കഴിയുമ്പോൾ അത് ഡീകമ്മീഷൻ ചെയ്തിട്ട് അടുത്ത് നിർമ്മിക്കേണ്ടി വരും. നമ്മുടെ അടുത്ത തലമുറയ്ക്ക് അത് ജസ്റ്റ് ഒരു ബർഡനായി നിൽക്കുമെന്നല്ലാതെ, അതും ഒരു ജലബോംബ് പോലെ എപ്പോൾ വേണേലും പൊട്ടാവുന്ന ഒരു സംഗതി പോലെ അതും നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുമെന്നല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ശ്രീ CP റോയ് എന്ന് പറയുന്ന മനുഷ്യൻ, പുള്ളി ആണ് ഏറ്റവും ലോജിക്കലായിട്ടുള്ളൊരു സജഷൻ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു തുരങ്കം കുറച്ചുകൂടെ താഴ്ത്തി നിർമ്മിച്ചിട്ട്, നിങ്ങൾ ഒരു പക്ഷേ കുമളിന്നൊക്കെ താഴേക്ക് ഇറങ്ങുമ്പോഴത്തേനും ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ പെൻസ്റ്റോക്ക് പൈപ്പുകൾ പോകുന്നത്. അപ്പോൾ ആ പെൻസ്റ്റോക്ക് പൈപ്പുകൾ കുറച്ചുകൂടെ താഴ്ത്തി വെള്ളം എടുക്കാവുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിർമ്മിക്കുക എന്നുള്ളതാണ് അദ്ദേഹം കൊടുക്കുന്ന സജഷൻ. ഒരു 40 അടി എന്ന് വിചാരിക്കുക, ഒരു 40 അടിയാണെന്നാണ് എൻ്റെ ഓർമ്മ. 40 അടി ആകുമ്പോഴത്തേനും അത്രയും ജലം മാത്രമേ അതിനകത്ത് ഉൾക്കൊള്ളുന്നു. ബാക്കിയെല്ലാം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി അവരോട് ഡാം പണിയുകയോ സ്റ്റോർ ചെയ്യുകയോ ഇറിഗേഷൻ നടത്തുകയോ കുടിവെള്ളത്തിനായിട്ട് ഉപയോഗിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. തമിഴ്നാട്ടിലാകുമ്പോൾ ഇഷ്ടംപോലെ സ്ഥലം കിടത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. സായിപ്പിന് ബുദ്ധി അറബിക്കടലിലേക്ക് ഒഴുകുന്ന നദിയെ ഇപ്പുറത്തെ കടലിലേക്ക് കൊണ്ടുപോവുക എന്നതായിരുന്നെങ്കിൽ നമുക്ക് നേരെ തിരിച്ചൊരു ബുദ്ധി പ്രയോഗിച്ചാലോ. അതായത് നമ്മൾ ഈ സാറ്റലൈറ്റ് വേർഷൻ എടുക്കുമ്പോൾ
ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഈ ചുവന്ന വട്ടത്തിൽ കാണുന്നതാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത്. ഇതിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ ഈ താഴേക്ക് വരുമ്പോൾ നിങ്ങൾ കണ്ടോ, ഈ ക്യാച്ച്മെൻറ്റ് ഏരിയ വരുന്നത് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഈ സ്ഥലം വരെയാണ്. ഈ ഒരു ചെറിയ കൈവഴി കാണുന്നത് കണ്ടോ. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് NH 183A എന്ന് പറയുന്ന ഒരു നമ്മുടെ ഹൈവേ പോകുന്നുണ്ട്. അതും കഴിഞ്ഞ് കുറച്ചുകൂടെ താഴോട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു നദിയുണ്ട്. ആ നദിയുടെ പേരാണ് പമ്പ നദി. ഒരുപക്ഷേ എനിക്ക് തോന്നുന്നു ഇതുവരെയും ആളുകളാരും ചിന്തിച്ചിരിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സംഗതിയാണ്. ഇതിൽ നിങ്ങൾക്ക് ടെറൈൻ ഓണാക്കിയിട്ടിരിക്കുന്നത് കൊണ്ട് ഇതിലെ ഹൈറ്റും കാര്യങ്ങളും എല്ലാം കാണാം. ഇവിടെ നിങ്ങൾക്ക് ഒരു കൊക്കയാണ് വിസിബിളായിട്ടുള്ളത്. ചെന്താമര കൊക്ക എന്നാണ് പറയുക. അപ്പോൾ ഈ ചെന്താമര കൊക്ക എന്ന് പറയുന്ന സ്ഥലവും ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഈ ഒരു കൈവഴിയും ഈ കൊക്ക വഴി ഇത് ബന്ധിപ്പിക്കുക എന്നുള്ള ഓപ്ഷൻ മലയാളികളുടെ മുമ്പിലുണ്ട്. അതായത് നിങ്ങൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ നമ്മൾ മെഷർ ഡിസ്റ്റൻസ് എടുക്കുക. ഇവിടം തൊട്ട് ഈ ഡിസ്റ്റൻസ് ടു ഹിയർ എടുക്കുമ്പോൾ ഏകദേശം 6.5 കിലോമീറ്ററാണ് ഈ ഒരു ഡിസ്റ്റൻസ് വരുന്നത്. അതായത് ഒരു 10-20 JCB ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം ഉണ്ടെങ്കിൽ എന്താവും, മുല്ലപ്പെരിയാർ ഡാമും പമ്പ നദിയും തമ്മിൽ കണക്റ്റഡ് ആവും. ഞാൻ ഇത് പറയാൻ കാര്യം, ഇത് ആക്ച്വലി നമ്മൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്ന സംഗതിയാണ്, പക്ഷെ നമ്മൾ ഒരിക്കലും ചെയ്യരുതാത്ത കാര്യമാണ്. കാരണം പമ്പ നദിയുടെ കുറുകെ പല ഡാമുകളുണ്ട്. നമ്മളത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മഴ പെയ്യുന്നതിന് മുമ്പേ ഇത് നമ്മൾ തുറന്നു വിട്ടിട്ട് അത് ചെയ്യുന്നതിൽ ഒത്തിരി ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ടേബിളിൻ്റെ അപ്പുറവും ഇപ്പുറവും ഇരുന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇപ്പം ആർക്കാണ് മേൽക്കൈ? ഇങ്ങനെ ചെയ്യാൻ സ്കോപ്പുള്ള ഒരു നാട്ടിൽ, അതായത് മുല്ലപ്പെരിയാറിലെ വെള്ളം ഓട്ടോമാറ്റിക്കലി ഡ്രെയിൻ ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് നമ്മുടെ കൈവശം മറ്റൊരു സാധ്യതയുള്ളപ്പോൾ നമ്മളെന്തിനാണ് പണ്ടാരോപിട്ട് കൊടുത്ത കോൺട്രാക്റ്റിനെ പേടിക്കുന്നത്? അപ്പോൾ ഞാനാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി എങ്കിൽ ഞാൻ ചെയ്യുന്ന സംഗതി ഇത്രയേ ഉള്ളൂ. ഈ ഡിസ്കഷനിൽ ഇങ്ങനൊരു സാധനം എൻ്റെ കൈവശമുള്ളപ്പോൾ എനിക്കായിരിക്കും അപ്പർ ഹാൻഡ്. കൂടാതെ ഇനി ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ ഒരു രക്ഷയില്ല, സമ്മതിക്കുന്നില്ല എന്നുള്ള അവസ്ഥ എത്തുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ പമ്പാ നദിയുടെ അവിടുന്ന് ഈ കൊക്ക വഴി ഈ മുല്ലപ്പെരിയാറിൻ്റെ ഏറ്റവും അടുത്ത സ്ഥലത്തേക്ക് ഒരു 100 മീറ്റർ അല്ലെങ്കിൽ 200 മീറ്റർ ഇപ്പുറത്തേക്ക് എന്ത് ചെയ്യണം, അവിടെ വരെയുള്ള ചാനൽ നിർമ്മിച്ച് വെക്കണം. അല്ലെ പെൻസ്റ്റോക്ക് പൈപ്പ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, നല്ല ആഴത്തിൽ ചെയ്യേണ്ടി വരും, നിർമ്മിച്ച് വെക്കുക. എന്നിട്ട് ബാക്കി 100 മീറ്റർ സ്ഥലം മിച്ചമുള്ളപ്പോൾ വീണ്ടും ഡിസ്കഷൻ ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് കുറച്ചുകൂടെ പ്രയോറിറ്റി ഉണ്ടാവും. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാനുള്ള സൊല്യൂഷൻ. ഇനി മൂന്നാമതൊരു കാര്യമുണ്ട്. എപ്പോഴെങ്കിലും പെട്ടെന്ന് നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻ വരുവാണെങ്കിലും, അങ്ങനെയുള്ളൊരു കേസിൽ ഈ 100 മീറ്ററൊക്കെ അടുപ്പിച്ചൊരു ചാനൽ വെട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ജലനിരപ്പ് താഴ്ത്തേണ്ട ഏതെങ്കിലും ഒരു കേസ് വരികയാണ്. അപ്പോൾ വലിയൊരു ഫ്ലാഷ് ഫ്ലഡ് വന്നു, ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് എന്തെങ്കിലുമൊക്കെ ബലക്ഷയം പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്തു, നമുക്ക് പെട്ടെന്ന് വെള്ളം നമുക്ക് സാധാരണ ഗതിയിലുള്ള സ്പിൽവേയിൽ കൂടെ നമുക്ക് തുറന്നുവിടാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു കേസാണെങ്കിലും ഈ ഒരു ഓൾട്ടർനേറ്റീവ് റൂട്ട് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്.